ജർമ്മൻ നിർമ്മിത ടോയ് ട്രെയിൻ നിധി പോലെ സൂക്ഷിക്കുകയാണ് കൊല്ലം പറവൂർ സ്വദേശി ആരിഫ്. 2.5 പതിറ്റാണ്ട് മുമ്പ് തുടങ്ങിയ കുട്ടിക്കളി 60-ാം വയസ്സിലും തുടരുന്നു. അൽ-ഖ്വയ്ദ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഉറ്റ സുഹൃത്തും സ്വിറ്റ്സർലാൻഡ് സ്വദേശിയുമായ റോമിയോയുടെ പാവന സ്മരണയ്ക്കായി കൂടിയാണ് ആരിഫ് ടോയ് ട്രെയിൻ സൂക്ഷിക്കുന്നത്. 2003 ഏറ്റവും ഒടുവിൽ ഞാൻ നമ്മുടെ ഈ പ്രിയപ്പെട്ട ശ്രീ ആരിഫിൻ്റെ വീട്ടിൽ വരുന്നത്. അന്ന് ഈ വീടായിരുന്നില്ല, ഇവിടെ വേറൊരു വീടായിരുന്നു. ഇതിപ്പോൾ പുതിയ വീടാണ്. അന്നും അദ്ദേഹത്തിന് ഈ ട്രെയിൻ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞുകളി ഉണ്ടായിരുന്നു. ഇന്ന് കുറച്ചുകൂടി പ്രായം ഇത്രയേറെ കടന്നുപോയി. ഏതാണ്ട് ഈ പറയുന്ന 22 കൊല്ലം കഴിയുമ്പോഴും അദ്ദേഹത്തിൻ്റെ കുഞ്ഞുകളി മാറിയിട്ടില്ല. ഇപ്പോഴും ഈ ട്രെയിനുമൊക്കെ കളിപ്പിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ഈ ട്രെയിൻ എന്ന് പറയുമ്പോൾ അന്നത്തെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അത് ഓർമ്മയുണ്ടോ എന്നറിയില്ല. അന്നും ഇതേപോലെ തന്നെയാണ്. ഇത് ജർമ്മനിയിലെ ഓസ്ട്രിയ അവിടെ നിർമ്മിച്ച ട്രെയിനുകളാണിതെല്ലാം. അതിമനോഹരമായ എൻജിനീയറിങ്ങിൻ്റെ വൈബ് നമുക്കത് മനസ്സിലാവും. അന്നത്തെ കളക്ഷൻ മാത്രമല്ല, 21-ാം നൂറ്റാണ്ടിലെ ടോയ് ട്രെയിനുകളും ഇതിനിടെ ആരിഫ് വാങ്ങിക്കൂട്ടി. കൊല്ലം പള്ളിമുക്കിലെ വീട്ടിൽ ഇതിനായി ഒരു മുറി തന്നെ മാറ്റിവെച്ചു. ടേബിളിൽ ജർമ്മൻ റെയിൽവേ സ്റ്റേഷനെയും അതേപടി നിർമ്മിച്ചു. ഇലക്ട്രിക് ട്രെയിനുകൾ കേരളത്തിൽ വരും മുമ്പേ ആരിഫ് ടോയ് ട്രെയിനിലാണെങ്കിലും കേരളത്തെ ഇലക്ട്രിക് ട്രെയിനുകളെ പരിചയപ്പെടുത്തി. ഒരിക്കലുമില്ല. കാരണം ഞാൻ ആദ്യമായിട്ട് ഈ ടോയ് ട്രെയിൻ കടന്ന് എനിക്ക് 10 വയസ്സുള്ളപ്പോൾ എൻ്റെ കസിൻ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഒരെണ്ണം കൊണ്ടുവന്നു. അന്ന് എൻ്റെ മനസ്സിലതങ്ങ് പിടിച്ചു. പിന്നെ എങ്ങനെയെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കണം, വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഞാൻ ജോലി കിട്ടി. ബോസ് സ്പീക്കറിലായിരുന്നു ഞാൻ ജോലി ചെയ്തത്, അമേരിക്കൻ സ്പീക്കർ ബോസിൽ. അങ്ങനെ ഞാൻ റിയാദിൽ പോയി. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി, സ്വിറ്റ്സർലൻഡുകാരാണ്, റോമിയോ. 92 തൊട്ട് ഞങ്ങൾ വലിയ കൂട്ടുകാരായിരുന്നു. 99-ൽ എൻ്റെ വീട്ടിൽ പരവൂർ വന്നു. 2 ആഴ്ച അവിടെ താമസിച്ച് പരവൂർ, കടപ്പുറം, കാപ്പിൽ ബീച്ച്, വർക്കലയെല്ലാം ഇഷ്ടപ്പെട്ട് പുള്ളി തിരിച്ചു പോയപ്പോൾ ഞാൻ പറഞ്ഞു, റോമി ഇങ്ങനെ ഒരു ട്രെയിനുണ്ട് നിങ്ങളുടെ സ്വിറ്റ്സർലൻഡിൽ സൂറിക്കിൽ, എനിക്കൊരു ട്രെയിൻ വാങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ പൈസ കൊടുത്തു. ഒരു ബേസിക് ട്രെയിൻ പുള്ളി കൊണ്ടുവന്ന, ഒരു ചെറിയ എഞ്ചിനും 3 ബോഗിയും കൊണ്ടുവന്നത് 2003 മെയ് 11. പിറ്റേന്ന് മെയ് 12, 2003 മെയ് 12 പുള്ളി താമസിച്ച അപ്പാർട്ട്മെൻറ്റിൽ അൽ-ഖ്വയ്ദയുടെ ഒരു അറ്റാക്ക് ഉണ്ടായി. അപ്പോൾ അവിടെ പാർട്ടി നടക്കുകയായിരുന്നു. പാർട്ടി സ്വിമ്മിംഗ് പൂളിൻ്റെ വെളിയിൽ നടക്കുകയായിരുന്നു. അപ്പോൾ ഇയാൾ പാർട്ടിക്ക് പോകുന്ന ആളല്ല, ഇയാൾ റൂമിലിരുന്നു. പാർട്ടിയിൽ നിന്നവരൊക്കെ രക്ഷപ്പെട്ട് ബിൽഡിംഗ് ഇടിഞ്ഞു വീണ് പുള്ളി മരിച്ചുപോയി. അങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ വാവിട്ട് കരഞ്ഞുപോയി. പിന്നെ ഞാൻ കാരണം എൻ്റെ നാട്ടിലൊക്കെ ഒന്ന് ഇവിടെ സ്ഥലമൊക്കെ വാങ്ങിച്ച് താമസിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ തിരിച്ചു പോയി. അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളതെന്ന് വെച്ചാൽ 1 മീറ്റർ ട്രാക്കും ഒരു എഞ്ചിനും 3 ബേസിക് ബോഗീസും ഉള്ളൂ. പിന്നെ എൻ്റെ പഴയ കസിൻ എനിക്ക് 10 വയസ്സുള്ളപ്പം നാട്ടിൽ കൊണ്ടുവന്നു പറഞ്ഞ് പുള്ളിയുമായിട്ട് കോൺടാക്ട് ചെയ്ത് പുള്ളിയെ കൊണ്ട് ഞാൻ പിന്നെ കുറേശ്ശെ ഓരോ വർഷം വരുമ്പം പുള്ളി ജർമ്മനി പോവും, ഇംഗ്ലണ്ടിൽ. ഇപ്പോൾ ജർമ്മനിയിൽ നിന്നൊക്കെ കുറേശ്ശെ വരുത്തി ഇപ്പോൾ ഏകദേശം 1.5 ലക്ഷം രൂപയുടെ സാധനം. ഇതെല്ലാം 22 വർഷം പഴക്കമുള്ളതും ഒരു ലൈറ്റ് 40 വർഷം പഴക്കമുള്ള ലൈറ്റ്, അത് 40 വർഷം. ഇതെല്ലാം ഇപ്പം ഞാൻ സൂക്ഷിക്കുന്നത് എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ. ഇത് എൻ്റെ ജീവിതകാലം മൊത്തം ഉണ്ടാകും. പിന്നെ ഇതിനേക്കാളും വലിയ വില കൂടിയ സാധനങ്ങളുണ്ട്. ഇത് ജർമ്മനിയിൽ ഒരു ഗ്രൂപ്പ് വരെയുണ്ട്, വെള്ളക്കാരല്ല. അവരെല്ലാം 80 വയസ്സ് 70 വയസ്സ് എന്നവരാണ്. അവരിതുപോലെ ഇൻഡോർ ട്രെയിനുണ്ട്, ഔട്ട്ഡോർ ട്രെയിനുണ്ട്. ട്രെയിനിൻ്റെ പുറത്ത് കയറിയിരുന്ന് പോകുന്ന കുഞ്ഞു ടോയ് ട്രെയിൻസ് എല്ലാം. അപ്പം ഇത് നമുക്ക് മനസ്സിൽ ഹോബി ആയാൽ ബോറടിക്കില്ല. എപ്പോഴും നമ്മൾ ഇതുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കും. ഞാനിങ്ങനെയാണ്. ഇതൊരു മിക്കവാറും 1/2 കിലോയോളം വെയിറ്റ് ഉണ്ട്. നമ്മുടെ എഞ്ചിനാണ് കേട്ടോ. ഇതിൽ വളരെ അക്യുറേറ്റ് ആയിട്ട് നമ്മുടെ പണ്ടത്തെ എൻ്റെ വീലുകളൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ പണ്ടത്തെ നമ്മുടെ ട്രെയിനിൻ്റെ വീല് അതെല്ലാം അതേപോലെ തന്നെ പ്രവർത്തിക്കുന്നതാണ്. ശരി, നമ്മുടെ ആരിഫിൻ്റെ ഇങ്ങനെ ഒരു മനസ്സിലുള്ള ഒരു മോഹം, ആ മോഹം ഇങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്കൊക്കെ ഇത് കാണാൻ പറ്റുന്നു. ഈ അടുത്ത കാലത്ത് നമ്മുടെ മന്ത്രി ശ്രീ ഗണേഷ് കുമാർ, അദ്ദേഹത്തിന് ഇപ്പോൾ ഇതിനകത്ത് ചില പ്രാന്ത് തുടങ്ങിയിട്ടുണ്ട്. ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.